ഇരുന്ന സ്ഥലത്ത്. അതുപോലെ ഈ സ്ഥലം ശത്രുക്കൾ മുശ്രിക്കീങ്ങൾ കണ്ടുപിടിക്കുന്നതായപ്പോൾ ഇവിടുന്ന് പിന്നെ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ടേക്ക് മലന്റെ മുകളിലേക്ക് മാറ്റി. മലന്റെ മുകളിൽ നമ്മൾ നോക്കിയാൽ സിമെന്റ് ഇട്ട് അടച്ചതായിട്ട് കാണാം. ആ സിമെന്റ് ഇട്ട് അടച്ചതിന്റെ മുകൾ ഭാഗത്ത് മല രണ്ട് പിളർപ്പായിട്ട് ഇങ്ങനെ പിളർന്നു വന്നിട്ടുണ്ടോ? നേരെ നോക്കി ആ സിമെന്റ് ഇട്ട് അടച്ചതിന്റെ മുകൾ ഭാഗം കണ്ട അവിടെ മല ഇങ്ങനെ രണ്ട് പിളർപ്പായിട്ട് പിളർന്നു വന്നു. അതിന്റെ ഉള്ളിൽ വലിയൊരു പൊത്ത് രൂപാന്തരപ്പെട്ടു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് കസാരയുടെ രൂപത്തിൽ രൂപം പ്രാപിച്ചു വന്നു. നല്ല ചാർന്നിരിക്കാനൊക്കെ ഉള്ള ഒരു കസാര മാതിരി. അങ്ങനെ രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നത് അവിടെയായിരുന്നു. അവിടെ ആ കയറുന്ന സ്ഥലം. അവിടുന്ന് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി തങ്ങളും സഹാബത്തും ളുഹറും അസ്റും ജമ്മാക്കി നിസ്കരിച്ച സ്ഥലമാണ് ഈ പള്ളി. പള്ളിയുടെ പേര് മസ്ജിദുൽ ഫസഹ് എന്നാണ്. ഫസഹിന്റെ ആയത്ത് ഇറങ്ങിയ സ്ഥലമാണ്. സൂറത്ത് മുജാദലയിലെ 11-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ